ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാനപ്പോൾ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് ഈ ബാഗൊക്കെ എടുത്ത് നമ്മൾ ഈ ഡൽഹി ടൗണിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. എങ്ങോട്ടാണെന്നല്ലേ? കാശ്മീർ. അപ്പോൾ നമ്മൾ ആദ്യം ഡൽഹി എയർപോർട്ടിലേക്ക് പോവാണ്. ഡൽഹി എയർപോർട്ടിൽ നിന്നും നേരെ കുറേ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്ത് നമ്മളങ്ങനെ പോകും. പിന്നെ ഈ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം പ്രത്യേകം പറയാനായിട്ടുള്ളത്, ഈ കോൺസെപ്റ്റ് ആക്ച്വലി സ്പീക്കിംഗ് ഫ്രെയിംസ് എന്നൊരു കോൺസെപ്റ്റാണ്. അതായത് നല്ല വിഷ്വലിലൂടെ, മനോഹരമായ വിഷ്വലിലൂടെ നമ്മളൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നു. അതാണ് ഇതൊരു പരിപൂർണമായ വ്ളോഗ് കോൺസെപ്റ്റ് അല്ല. നിങ്ങൾക്ക് ആ സ്ഥലത്ത് പോയി കണ്ടുവരുന്ന ഒരു ഫീല് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലർക്ക് കണ്ട് ശീലിച്ച ഒരു പാറ്റേണിൽ നിന്നും വ്യത്യസ്തത ഉണ്ടാകുമ്പോൾ എൻ്റെ ചാനലിലുള്ള വീഡിയോസ് കാണുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടു പഴകിയ ഒരു രീതിയിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായി തോന്നാം. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇത് വ്ളോഗ് മോഡലല്ലല്ലോ, ഇതങ്ങനെയല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. ഇതൊരു ഡോക്യുമെൻ്ററിയാണ്. ഡോക്യുമെൻ്ററിക്കൊരു പ്രത്യേകതയുണ്ട്, കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കും. നിങ്ങൾ നേരിട്ട് അവിടെ പോയി കണ്ടാൽ, നിങ്ങൾ ആസ്വദിച്ചാൽ, അനുഭവിച്ചാൽ എങ്ങനെയുണ്ടാവും, അതാണ് ഈ വീഡിയോൻ്റെ ഒരു മോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പതിയെ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ സ്പീക്കിംഗ് ഫ്രെയിംസിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു PBS ഡേ. T3 എത്തിയിട്ടുണ്ട്, ടെർമിനൽ 3. അപ്പോൾ കയറാം അല്ലേ? അപ്പോൾ നമ്മൾ എൻട്രി ആവാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ ഉണ്ട്. ഡൽഹി എയർപോർട്ടിൽ നിന്നും നമ്മൾ ശ്രീനഗർ പോകുവാനുള്ള പരിപാടിയാണ്. നമ്മളുടെ ഗേറ്റ് നമ്പർ 50 ആണ്. അപ്പോൾ നമുക്ക് ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ വൈഫൈയിൽ കുറച്ച് നേരം എനിക്ക് പണിയുണ്ട്. ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ഗേറ്റ് നമ്പർ 50 ആണ് നമുക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു എക്സസൈസിൻ്റെ യോഗയുടെ ഒരു പ്രോട്ടോടൈപ്പാണ്. അടിപൊളിയാണല്ലേ? അങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്നു നമ്മളുടെ ഗേറ്റ് നമ്പർ 50ലേക്ക്. നമ്മൾ ചെറിയ എലിവേറ്ററിലൂടെ ട്രാവലേറ്റർ പതിയെ പുറത്തേടി ഇനിയും കുറേ കൂടെ മൂവ് ചെയ്യാനുണ്ട്. 40 to 44 ആണ്. നമുക്ക് 50ലേക്കാണ് പോകേണ്ടത് കേട്ടോ. നമ്മൾ 50 ചെന്നിട്ട് നമുക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഹായ്. അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ നമ്മുടെ ഗേറ്റ് നമ്പർ 50ലെത്തി. ഇനി ഇവിടെ നിന്ന് മൂവ് ചെയ്യണം. ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ചെറിയ ഇൻഫർമേഷൻ ഉണ്ട് തരാനായിട്ട്. അതായത് എനിക്ക് കിട്ടിയൊരു ചെറിയ പണിയുണ്ട്. അതായത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള ലഗേജസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് ഡൽഹിയിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് ചെറിയ എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ വിലക്കുറവിന് കിട്ടും എന്നുള്ള ധാരണയിൽ ഞാനങ്ങനെ വിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പള്ളിക ബസാറിൽ പോയി കുറച്ച് ശ്രീനഗറിലേക്കല്ലേ പോകണം. അപ്പോൾ അവിടെ ചിലപ്പോൾ -ഡിഗ്രി ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ചെറിയ ജാക്കറ്റും ഇതൊക്കെ ചെറിയ റേറ്റിന് അത് വാങ്ങിച്ച് ഞാൻ ഇന്നൊക്കെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ 15 kg താഴെയാണ് കൊണ്ടുപോകുന്നത്, 21 kg. സോ ദേ ചാർജ് അറൗണ്ട് 3,000 rupees എക്സ്ട്രാ. അപ്പോൾ അന്ന് കാലത്ത് തന്നെ ഒരു കുഞ്ഞി പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കീപ്പ് ഇറ്റ് മൈൻഡ്. എപ്പോഴും അത് ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടൊരു കാര്യമാണ്. പിന്നെ കാര്യം ചെറിയ പൈസക്ക് കിട്ടിയ 2 ജാക്കറ്റാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നല്ല വിലയുണ്ട്. ഇവിടെ 1000 രൂപ 1200 800 കിട്ടിയ 2 ജാക്കറ്റും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്.
അത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് ഓരോന്നിനും 4000 രൂപ 3500 രൂപ 6000 രൂപയൊക്കെ റേറ്റ് വരും. അപ്പോൾ അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇന്നൊരു പണി കിട്ടി എന്നുള്ളത് ഞാൻ അറിയിക്കാൻ ബാധ്യസ്ഥനാണ്. സോ അപ്പോൾ നമ്മൾ ഒരു കോഫിയൊക്കെ കഴിച്ചിട്ട് നേരെ ബോർഡിങ്ങിലേക്ക് പോകാൻ പോകണം. ഒരു 10-15 മിനിറ്റ്സ് ടൈമുണ്ട് ഫോർ ബോർഡിങ്ങിന്. സോ അപ്പോൾ നമ്മളതിനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ എന്നെ തണുപ്പൊന്നും അറിയത്തില്ല, നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞത്. മൈനസിലായിരിക്കണം, നോക്കട്ടെ. നമ്മൾ ഇതിൽ പോകുന്നതെന്ന് വെച്ചാലേ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് കേട്ടോ. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ്. ഇനി സെക്യൂരിറ്റി ഏരിയ ആണ്. അപ്പോൾ നമുക്കിനി ഫ്ലൈറ്റിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം നോക്കാം. പോരെ, ഓക്കെ. നമ്മൾ ബോർഡിംഗ് ആയി. ബോർഡിംഗ് കഴിഞ്ഞ് നമ്മൾ കയറുകയാണ്. അതിന് മൂവ് ചെയ്യാണ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ പ്രൈവറ്റ് ജെറ്റ് കിടപ്പുണ്ടല്ലേ. എനിക്കങ്ങനെ മുംബൈനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് ജെറ്റ് ഇവിടെ ഡൽഹിയിലാണെന്ന് തോന്നുന്നു അല്ലേ. Your life jacket has an oral tube for further inflation. The light comes on when in contact with water. It hears a whistle to attract attention. നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ പങ്കകൾ റോഡിനെ വിഴുങ്ങുന്നുണ്ടോ? പുറകിൽ പല ഭാഷ കേൾക്കാട്ടോ. അത് നമ്മൾ റൺവേ കയറി മൂവായി ടേക്ക് ഓഫ്. യെസ്, അപ്പം നമ്മളുടെ ഫ്ലൈറ്റ് ഇന്ത്യൻ എക്സ്പ്രസ് അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട് പുറത്ത്. പൊങ്ങട്ടങ്ങനെ പൊങ്ങട്ടെ. യെസ്, അങ്ങനെ പൊങ്ങി. നമ്മുടെ പ്രൊപ്പല്ലറെ ഭൂമിയെ വിഴുങ്ങുന്ന കണ്ടാവും. താഴെ നല്ല അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റേതായ ഒരു ഫീലുണ്ട്. ഒരു വെയിലല്ല, മഞ്ഞാണേ. അപ്പം ഇനി നമുക്ക് പോകുന്ന വഴിയിൽ എന്തൊക്കെയുണ്ടെന്ന് അവിടെ ചെന്നിട്ട് നോക്കാം. എന്തെങ്കിലും നല്ല കാഴ്ചകൾ കാണുകയാണെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യും. ഓക്കെ. അങ്ങനെ നമ്മൾ ഡൽഹി ടു ശ്രീനഗർ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എയറിൽ ആണ്. ഫ്ലൈറ്റിൽ നോക്കുമ്പോൾ ലാൻഡ്സ്കേപ്പൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിൻ്റെ രീതിയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രസമായി തുടങ്ങിയിട്ടുണ്ട് കാണാൻ. ഇത്രയും നേരം ഒരു പരന്ന സ്ഥലമായിരുന്നു, ഒരു കൃഷിയിടം പോലെയായിരുന്നു ഇത്രയും നേരം കണ്ടത്. ഇപ്പോൾ എന്തോ മല ഏരിയ പോലെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ കൃത്യമായിട്ട്? മൊത്തം ഭൂപ്രദേശത്തിൻ്റെ രീതി തന്നെ പതിയെ മാറ്റം സംഭവിച്ചു. 50 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ ശ്രീനഗരെത്തും. അപ്പോൾ അതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നോക്കാം.
സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി അങ്ങനെ നിൽക്കുകയാണ് ട്രാഫിക് ക്ലിയറൻസിന് വേണ്ടിയിട്ട്. അവിടെ പൈലറ്റിന് സിഗ്നൽ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു ലാൻഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പതിയെ പോയിക്കൊണ്ടിരിക്കുന്നു. ലാൻഡിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്ക് വേണം അവിടെ സിഗ്നൽ ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ സിഗ്നൽ ക്ലിയർ ആയിട്ട് വേണം റൺവേ ക്ലിയർ ആവുള്ളൂ. റൺവേ ക്ലിയർ ആയാലാണ് നമ്മൾ ലാൻഡ് ചെയ്യുള്ളൂ. പൈലറ്റ് അതിന് വേണ്ടി വെയിറ്റിംഗ്. ഓക്കെ, ലാൻഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം താഴെ മഞ്ഞുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അല്ലെങ്കിൽ നമ്മൾ മഞ്ഞുള്ള സ്ഥലത്ത് പോകും, അന്വേഷിച്ച് പോകും, ചോദിച്ച് പോകും. അപ്പോൾ ലാൻഡിങ് കാണാൻ പോകും. ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് നമുക്കാണെങ്കിൽ മറ്റേ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മാത്രമല്ല മിക്കവാറും സ്ഥലത്ത് ട്രൈപോഡും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സേഫ് ലാൻഡിങ്ങിലേക്ക് കടക്കുകയാണ്. നോക്കട്ടെ, കൈ വേദനിച്ചു. അടിപൊളി കൃഷിപ്പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, സോഫ്റ്റ് ലാൻഡിങ് ആയിരുന്നു. ഓരോ സ്ഥലത്തെയും ഭൂപ്രദേശം എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലേ. ഇവിടെ അങ്ങ് അകലേക്കൊന്നും കാണാൻ പറ്റൂല, നല്ല മഞ്ഞ പുറത്ത്. നമ്മുടെ എയർ ഇന്ത്യ എങ്ങോട്ടോ പോകാൻ തയ്യാറായി നിൽപ്പുണ്ട്. യെസ്, നല്ല ഷോട്ടായിരുന്നു. അപ്പം നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ ലാൻഡ് ചെയ്തു. ശ്രീനഗറിലൊരു നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ശിവപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഷെയർ ബസ്സുണ്ട്, ഷെയർ മറ്റേ ടാക്സി ഉണ്ട്, സെൽഫ് ടാക്സി ഉണ്ട്, അങ്ങനെ പലത് നോക്കാം. അപ്പോൾ ഈ ഷെയർ ബസ്സിൽ എന്താ വെച്ചാൽ JNK റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സാണ്. അപ്പോൾ അവിടുന്ന് 90 റുപ്പീസ് കൊടുത്താൽ നമുക്ക് ലേയുടെ അടുത്ത് TRCയുടെ അടുത്തെത്താം. TRCയുടെ അവിടെ നിന്ന് ഒരു 100 രൂപ കൊടുത്താൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താം. ഇവിടെ നമ്മൾ ബൈ ടാക്സിയാണ് വിളിക്കുന്നതെങ്കിൽ അവർക്ക് തോന്നിയ പോലെയാണ്. ചിലപ്പോൾ ചിലത് 800, 1200, 1500 അങ്ങനെയൊക്കെ അതിൻ്റെ ബാർഗൈനൊക്കെ ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ രീതി. അതെല്ലാ ടൂറിസ്റ്റ് പ്ലേസും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം നമ്മളങ്ങനെ
ലാൻഡ് ചെയ്ത് ഇനി നമ്മൾക്ക് പോകുന്ന വഴിയുള്ള കുറേ വിശേഷങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രീനഗർ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്താണെന്നുള്ളതാണ്. യാത്രാ മധ്യേ കുറേ വിഷ്വൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുള്ള വിഷ്വൽസാണ്. നമുക്കതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം മലമുകളിലുള്ള മഞ്ഞും അതിന് ടോപ്പ് ആംഗിളും ഫ്ലൈറ്റ് ട്രാവലും പിന്നെ അവിടെ നിന്നുള്ള ടേക്ക് ഓഫും ലാൻഡിങ്ങും എല്ലാം കൂടെ ഒരു ഒരു മനോഹരമായ ഒരു സിറ്റുവേഷനാണ്. രസമുള്ള ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. സോ ശ്രീനഗറിലേക്ക് നമ്മൾ എൻട്രി ആയി. ഇനി കാശ്മീർ, ജമ്മു കാശ്മീർ, ഗുൽമർഗ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. ഓക്കെ, ദെൻ ബൈ. പോകുന്ന വഴിക്ക് വീണ്ടും എന്തൊക്കെയുണ്ടോ എല്ലാം നമ്മൾ ഒപ്പിയെടുത്ത് അങ്ങ് പോകും. ഓക്കെ.